വോട്ട് വെട്ടിമാറ്റാൻ ഇറങ്ങിയവരിൽ നിന്നും മുട്ടട പിടിച്ചെടുത്ത് വൈഷ്ണ സുരേഷിന്റെ മധുര പ്രതികാരം. മുട്ടടയിൽ LDFിനെ കടുംപെട്ട് വെട്ടിയാണ് വൈഷ്ണ തന്റെ അട്ടിമറി വിജയം നേടിയത്. ഈ വിജയത്തിൽ വളരെ സന്തോഷമുണ്ടെന്നും ജനാധിപത്യത്തിന്റെ വിജയമാണ് ഇതെന്നും വൈഷ്ണ പ്രതികരിക്കുന്നു. സത്യം ജയിക്കും എന്നാണ് അന്നും പറഞ്ഞത്. എന്റെ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും ഇവിടുത്തെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അവരെന്നെ പിന്തുണച്ചു. അതിൽ തനിക്ക് ഏറെ അഭിമാനമുണ്ടെന്നും വൈഷ്ണ പറയുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മുട്ടട ഡിവിഷനിൽ UDF സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷ് കരസ്ഥമാക്കിയത് അട്ടിമറി വിജയമാണ്. 397 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വൈഷ്ണ സുരേഷ് മുട്ടടയിൽ നിന്നും വിജയം സ്വന്തമാക്കിയത്. 25 വർഷമായി, കാൽ നൂറ്റാണ്ടായി LDFിന്റെ കയ്യിലുണ്ടായിരുന്ന വാർഡാണ് മുട്ടട. ഇത്രയും വലിയ ലീഡിന് വിജയിച്ചതിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. ഇപ്പോൾ കൂടെ നിന്നതുപോലെ ഇനിയും കൂടെ ഉണ്ടാകണം. വോട്ട് ചെയ്യാൻ വന്ന പലർക്കും വോട്ടില്ലായിരുന്നു എന്നും വൈഷ്ണ പറയുന്നു. CPMന്റെ സിറ്റിംഗ് സീറ്റിൽ നിന്ന് അഡ്വക്കേറ്റ് അംശു വാമദേവനെയാണ് വൈഷ്ണ പരാജയപ്പെടുത്തിയത്. BJDSലെ AV അജിത് കുമാറാണ് ഇവിടെ NDA സ്ഥാനാർത്ഥി. നേരത്തെ CPM പ്രവർത്തകന്റെ പരാതിക്ക് പിന്നാലെ വോട്ടർ പട്ടികയിൽ നിന്ന് വൈഷ്ണയുടെ പേര് മാറ്റിയിരുന്നു. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് പിന്നാലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയ നടപടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ റദ്ദാക്കുകയും ചെയ്തു. വൈഷ്ണയെ സപ്ലിമെന്ററി വോട്ടർ പട്ടികയിലാണ് പേര് ഉൾപ്പെടുത്തിയത്. വൈഷ്ണയുടെ ഹർജിയിൽ ഹൈക്കോടതി നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കമ്മീഷൻ ഹിയറിംഗിന് വിളിച്ചതും തുടർന്ന് വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. മുട്ടട വാർഡിൽ വ്യാജ മേൽവാസം ഉപയോഗിച്ച് വൈഷ്ണയും കുടുംബാംഗങ്ങളും വോട്ട് ചേർത്തു എന്നായിരുന്നു പരാതി. മുട്ടടയിലെ സ്ഥിരതാമസക്കാരിയായ വൈഷ്ണയെ സ്ഥിരതാമസക്കാരി അല്ലെന്ന CPMന്റെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് വോട്ടർ പട്ടികയിൽ നിന്നും കമ്മീഷൻ ഒഴിവാക്കിയത്. എന്നാൽ ഇങ്ങനെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് അനീതിയാണെന്നും രാഷ്ട്രീയ കാരണങ്ങളാൽ ഒഴിവാക്കുകയല്ല വേണ്ടതെന്നും ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി എടുക്കണം. മത്സരിക്കാൻ ഇറങ്ങിയ ഒരാളെ രാഷ്ട്രീയ കാരണത്താൽ ഒഴിവാക്കുകയല്ല വേണ്ടത്. 24 വയസ്സുള്ള പെൺകുട്ടിക്ക് സാങ്കേതിക കാരണം പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സാധ്യത ഇല്ലാതാക്കരുതെന്നും കോടതി പറഞ്ഞിരുന്നു. ഇങ്ങനെ ഹൈക്കോടതിയിൽ നിന്നും അനുകൂല വിധി നേടി വോട്ട് പുനഃസ്ഥാപിച്ച് കിട്ടിയ വൈഷ്ണ ഇടത് കോട്ടയായ മുട്ടട പിടിച്ചെടുത്താണ് പകരം വീട്ടിയിരിക്കുന്നത്. KSU ജില്ലാ വൈസ് പ്രസിഡന്റാണ് 25-കാരിയായ വൈഷ്ണ സുരേഷ്. ടെക്നോ പാർക്ക് ജീവനക്കാരിയായ വൈഷ്ണ പേരൂർക്കട ലോ കോളേജിലെ നിയമ വിദ്യാർത്ഥിനി കൂടിയാണ്. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ നിന്ന് ജേർണലിസ്റ്റിൽ ഡിപ്ലോമ നേടിയ ശേഷം വിവിധ TV ചാനലുകളിലും നഗരത്തിലെ പ്രധാന ഷോകളിലും അവതാരക കൂടിയായിരുന്നു. ജില്ലയിലെ കോൺഗ്രസിന്റെ സമരങ്ങളിലും സജീവ സാന്നിധ്യമാണ് വൈഷ്ണ സുരേഷ്. തിരുവനന്തപുരം ഗവൺമെന്റ് വനിതാ കോളേജിലെ KSU യൂണിറ്റ് പ്രസിഡന്റായിരുന്ന വൈഷ്ണ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. KSU വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റായിരുന്നു. ബാസ്കറ്റ്ബോളിൽ കഴിവ് തെളിയിച്ച വൈഷ്ണ കർണാടക സംഗീതജ്ഞയുമാണ്. ഇപ്പോൾ തിരുവനന്തപുരവും CPMനെ കൈവിടുകയാണ്. അവിടെ എതിരാളികളുടെ മിടുക്കിനേക്കാൾ ഇടതിന് തിരിച്ചടിയായത് ഭരണവിരുദ്ധ വികാരവും ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറുടെ ചില പ്രകടനങ്ങളും തന്നെയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള കൂടിയായപ്പോൾ വിശ്വാസികളുടെ നാടായ തിരുവനന്തപുരത്ത് ഇടതിന്റെ ഭരണം നഷ്ടപ്പെടുകയാണ്.